അടുത്ത ക്വസ്റ്റ്യനിൽ ദ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ഓഫ് ICl, ClF3 ആൻഡ് BrF5 റെസ്പെക്റ്റീവ്ലി. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2ൽ നമുക്ക് സിമ്പിൾ ഹൈഡ്രോളിസിൻ്റെ ഇനോർഗാനിക് റിയാക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് എവിടെന്നാ ചോദിച്ചാൽ പി ബ്ലോക്ക് എലമെൻസിലുള്ള റിയാക്ഷൻസ് ആണ്, ഹൈഡ്രോളിസിസ് ഓഫ് ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ്. അപ്പം ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ തന്നെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് എന്താ, ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് റിയാക്ഷൻ വിത്ത് വാട്ടർ. അപ്പോൾ റിയാക്ഷൻ വിത്ത് വാട്ടറിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദി അയോൺസ്. അയോൺസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ യാതൊരു വ്യത്യാസവും വരില്ല. റിയാക്ടൻ്റായി നിൽക്കുമ്പോൾ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അത് തന്നെയാണ് അത് പ്രൊഡക്റ്റായിട്ട് മാറുമ്പോഴും ഉണ്ടാകുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതാണ് ഇവിടുത്തെ ക്യാച്ച്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ബേസിക് കൺസെപ്റ്റ് അതാണ്. അത് അറിയുന്ന ഒരു കുട്ടിക്ക് എഴുതുന്ന ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, നമ്മളിവിടെ ICl എടുക്കുമ്പോൾ നമുക്കറിയാം ക്ലോറിൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ക്ലോറിൻ -1 അയഡിൻ +1 ആണ്. അപ്പോൾ ഇതിനെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആർക്കാണ് OH കിട്ടുക, OH കിട്ടുക അയഡിനാണ്. അയഡിൻ OH കിട്ടും, കാരണം HOI ആയിട്ട് മാറും. പിന്നെ H+ ആർക്കാണ് കിട്ടുക, ക്ലോറിനാണ് കിട്ടുക, സോ HCl അല്ലേ. ഇത് HOI എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, ഇവിടെ +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെയും +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത് HOI എന്ന് പറയുന്ന ആസിഡാണ്, അതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക, H+ ആയിട്ടും IO- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ഇവിടെ ഉണ്ടാകുന്ന ആനിയോൺ എന്ന് പറയുന്നത് ഇതാ IO- ആണ്. ഇനി അടുത്ത ClF3 നോക്കുക. ClF3ൻ്റെ കേസിൽ നിങ്ങൾ നോക്കുമ്പം ക്ലോറിന് +3 ചാർജാണ്, ഫ്ലൂറിന് -1 ആണ്. ബിക്കോസ് ഫ്ലൂറിൻ ഇസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ക്ലോറിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ OH- ആര് കൊണ്ടുപോകും, Cl കൊണ്ടുപോകും, H+ ആര് കൊണ്ടുപോകും, F കൊണ്ടുപോകും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി ഇവിടെ എത്ര OH-നെയാണ് ക്ലോറിൻ വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം ഇവിടെ ഓക്സി ആസിഡ്സ് ആണ് കിട്ടുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, +3 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എങ്കിൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ക്ലോറിൻ്റെ ഓക്സി ആസിഡ് ഏതാന്ന് നോക്കുക. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ക്ലോറിൻ്റെ ഓക്സി ആസിഡ് എഴുതാൻ എളുപ്പമാണ്. +3ലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ഓക്സിജനെങ്കിലും വേണം. അപ്പോൾ അത് -4 എന്നാവും വരിക. ഒരു ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. എന്നിട്ട് ഒരു ഹൈഡ്രജൻ കൊടുത്താൽ പോരെ. അപ്പോൾ HClO2 എന്നല്ലേ വരിക. അപ്പോൾ HClO2 എന്ന് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അപ്പോഴും +3 ആണ്. ഇവിടെ എന്ത് വരും, ഇവിടെ 3 മോൾ HF വരും നമുക്ക്. അപ്പോൾ HF എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ HClO2 എന്താണ്, ഒരു ആസിഡാണ്. അത് H+ ആയിട്ടും Cl2- ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ വരുന്ന ആനിയോൺ ഏതാ, Cl2-. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം, BrF5 ആണ്. BrF5ൽ ബ്രോമിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5, ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ വി ഹാവ് ടു ഗെറ്റ് എൻ ഓക്സി ആസിഡ് ഓഫ് ബ്രോമിൻ വിത്ത് ബ്രോമിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈക്വൽ ടു +5. +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ എത്ര ഓക്സിജൻ വേണ്ടി വരും, 6 ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ 6 ഓക്സിജൻ വന്നാൽ -6 ആണ്. അതിൽ ഒരു ഹൈഡ്രജനെ കുറച്ച് കഴിഞ്ഞാൽ +1 കുറച്ച് കഴിഞ്ഞാൽ -5 വരും. അത് RHS എടുക്കുമ്പോൾ +5 വരും. അപ്പോൾ HbRO3 അല്ലേ വരേണ്ടത്, HbRO3 ആണെങ്കിൽ അവിടെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഓക്സി ആസിഡ് കിട്ടി, +HF ഉണ്ടാവും. അപ്പോൾ ഇത് ആസിഡ് ആയതുകൊണ്ട് ഇത് H+ഉം BrO3- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ 3 ആനിയോൺ നമുക്ക് കിട്ടി. ആൻസർ ചെയ്ത IO-, Cl2- BrO3-.